ഹായ് ഹലോ വെൽക്കം ടു ലാം PSC. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്ലറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ക്ലറിക്കൽ എബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സിമ്പിൾ ആണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ചില എക്സാംസിന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഇവിടുന്ന് കാണാറുണ്ട്. ശരി, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇൻ എ മീറ്റിംഗ് ഓഫ് 5 persons എന്താണ്, അല്ലെങ്കിൽ ഇൻ എ മീറ്റിംഗ് 5 persons പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, സോ ഇൻ എ മീറ്റിംഗ് ഓഫ് 5 persons എവ്രി വൺ ഷേക്ക് ഹാൻഡ് വിത്ത് ഈച്ച് അതർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരും പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ ഷേക്ക് ഹാൻഡ്സിന്റെ എണ്ണം എത്ര എന്നുള്ളതാണ്. അരിതമാറ്റിക്സിൽ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒന്നുമില്ല, ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 5 പേരാണുള്ളത്. ഓക്കെ, ഈ 5 പേര് എത്ര പേരാണോ തന്നിരിക്കുന്നത് ആ ആളുകളുടെ എണ്ണം എടുക്കുക, അതിൽ നിന്നൊന്ന് കുറയ്ക്കുക. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ എണ്ണം എടുക്കുന്നു. എത്രയാണ് ഇവിടെ? 5. ദെൻ രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നു, 5-ൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കുന്നു. 1 കുറച്ചാൽ നമുക്ക് 4 കിട്ടും. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 20. ദെൻ ആ കിട്ടിയതിന്റെ പകുതി എടുക്കുക, 20/2 10. ഓക്കെ, ആർക്കെങ്കിലും ഒക്കെ ഇക്വേഷൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ആയിട്ട് ഓർത്തിരിക്കാം, n × n - 1/2. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ ദ മീറ്റിംഗ്. അപ്പം ഇത് തന്നെയൊക്കെ എന്താ പറയാ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ ചോദിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണിത്, ഓർത്തിരിക്കുക. ഇത് തന്നെ ഒരു ടൂർണമെന്റിൽ അല്ലെങ്കിൽ ചെസ് ടൂർണമെന്റിൽ ഒരുപാട് കളിക്കാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഒരു 8 കളിക്കാർ പങ്കെടുക്കുന്നു എന്നിരിക്കട്ടെ. 8 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മാച്ച് വീതമാണ് വരുന്നത്. ഓക്കെ, ഞാൻ മറ്റൊരാളുമായിട്ട് ഒറ്റ തവണ മാത്രമേ കോമ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലല്ലേ, ഞാൻ അങ്ങോട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, അങ്ങേര് ഇങ്ങോട്ട് ഷേക്ക് ഹാൻഡ് ചെയ്തു. ഞാൻ അയാളുമായിട്ട് കളിക്കുന്ന സമയം തന്നെ അയാൾ എന്നെയായിട്ട് മാച്ച് കളിക്കുന്നുണ്ട്. സോ ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ആളുകളുടെ എണ്ണം എടുക്കുന്നു, അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു, 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 56. ദെൻ അതിന്റെ പകുതി എടുക്കുന്നു, 28 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഫ്രം 100 to 1000 how many 3-digit numbers are there with all digits in its distinct? അതായത് 100-നും 1000-നും ഇടയിൽ അല്ലെങ്കിൽ 100 മുതൽ 1000 വരെ നമ്മൾ എടുക്കുവാണെങ്കിൽ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ആ മൂന്നക്ക സംഖ്യകൾക്ക് പ്രത്യേകതയുണ്ട്, അതിലെ എല്ലാ അക്കങ്ങളും വ്യത്യസ്തമായിരിക്കണം, അല്ലെങ്കിൽ അതിലെ അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് മൂന്നക്ക സംഖ്യകൾ എഴുതാൻ, ഏത് സംഖ്യകൾ എഴുതാനും നമുക്ക് ആകെ 10 അക്കങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, 0 മുതൽ 9 വരെ. 9 അക്കങ്ങളല്ല, 10 അക്കങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 10 അക്കങ്ങൾ. 1 മുതൽ 9 വരെ 9 അക്കങ്ങൾ ഉണ്ട്, അതിന്റെ കൂടെ 0 കൂടെ വരുന്നുണ്ട്. ആകെ എത്ര അക്കങ്ങൾ വരുന്നുണ്ട്? 10 ഡിജിറ്റ്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമ്മൾ എടുത്ത് പറഞ്ഞേക്കുന്നത് മൂന്നക്ക സംഖ്യകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ ഒന്നാമത്തെ അക്കം, രണ്ടാമത്തെ അക്കം, മൂന്നാമത്തെ അക്കം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, മൂന്നക്ക സംഖ്യ ഞാൻ എഴുതുമ്പോൾ ആദ്യത്തെ അക്കം 0 കൊടുക്കാൻ സാധിക്കുമോ എനിക്ക്? 0, 28 ഇതൊരു മൂന്നക്ക സംഖ്യയാണോ? അല്ല, ഇതൊരു രണ്ടക്ക സംഖ്യയാണ്. അപ്പൊ നമുക്ക് എന്ത് പറ്റും? ആദ്യത്തെ അക്കം 0 കൊടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. അപ്പൊ ആദ്യത്തെ അക്കമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ എത്ര പോസിബിൾ നമ്പേഴ്സ് അവിടെ ഉണ്ട്? ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നാമത്തെ അക്കം ഫില്ല് ചെയ്യാൻ നമുക്ക് എത്ര അക്കങ്ങൾ പോസിബിൾ ആണെന്ന് എഴുതുക. ഓക്കെ, 9 അക്കങ്ങൾ പോസിബിൾ ആണ്. ഈ 1 മുതൽ 9 വരെ ഉള്ളതിൽ ഞാൻ കൊടുത്ത നമ്പർ 2 ആണെന്നിരിക്കട്ടെ. ശരി, 2 ആണ് ഞാൻ കൊടുത്ത നമ്പർ. ഓക്കെ, ഈ 9-ൽ ഞാൻ എടുത്ത നമ്പർ എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള 9 അക്കങ്ങളിൽ ഞാൻ എടുത്ത നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. എനിക്ക് 10-ന്റെ സ്ഥാനം, അതായത് രണ്ടാമത്തെ അക്കം, നടുവിലെ അക്കം ഫില്ല് ചെയ്യാൻ എനിക്ക് എത്ര നമ്പേഴ്സ് അവൈലബിൾ ആണ്? ഇനി ഒരെണ്ണം, ദാറ്റ് ഈസ് 2 ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി റിമൈനിങ് എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? റിമൈനിങ് എൻ്റെ കയ്യിൽ ചിലരുടെ ഉത്തരം 8 ആയിരിക്കാം, ചിലരുടെ ഉത്തരം 9 ആയിരിക്കാം. കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് 9 ആണ്. കാര്യം 2 ഞാൻ ഇവിടെ യൂസ് ചെയ്തു. ഓക്കെ, ഈ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളിൽ നിന്നാണ് ഞാൻ 2 എടുത്തത്. ഫസ്റ്റ് പൊസിഷനിൽ 0 കൊടുക്കാൻ പറ്റില്ല, അപ്പൊ വേറൊരു നമ്പർ ആയിട്ടുള്ള 2 ഞാൻ എടുത്തു. ഈ 2 മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി 9 അവിടെ ഇരിക്കുന്നുണ്ട്. 0 മുതൽ 9-ൽ 2 മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി എത്ര അവിടെ ഇരിക്കുന്നുണ്ട്? 9 അവിടെ ഇരിപ്പുണ്ട്. സോ എനിക്ക് രണ്ടാമത്തെ പൊസിഷൻ ഫില്ല് ചെയ്യാനും എത്ര അക്കങ്ങൾ ലഭ്യമാണ്?
9 ലഭ്യമാണ്. നോക്കൂ, ഞാൻ രണ്ടാമതായി കൊടുത്ത അക്കം എന്ന് പറയുന്നത് 0 ആണെന്നിരിക്കട്ടെ. ഓക്കെ, രണ്ടാമതായി ഞാൻ കൊടുത്ത അക്കം എന്ന് പറയുന്നത് 0 ആണെന്നിരിക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 10 അക്കങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഞാൻ ഏതൊക്കെ എടുത്തു? 2 എടുത്തു, 0 എടുത്തു. ബാക്കി എത്ര അക്കങ്ങൾ അവിടെ ഉണ്ട്? 8 അക്കങ്ങളുണ്ട്. എനിക്ക് മൂന്നാമത്തെ നമ്പർ ആയിട്ട് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഇവിടെ യൂണിറ്റ് പ്ലേസിൽ എനിക്ക് ഈ 8 എണ്ണത്തിൽ ഏത് നമ്പർ വേണേലും എടുക്കാം അല്ലെ. സോ എനിക്ക് യൂണിറ്റ് പ്ലേസ് ഫില്ല് ചെയ്യാൻ 8 പോസിബിൾ നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഈ രീതിയിലാണ് ഈ ക്വസ്റ്റിനെ ടാക്കിൾ ചെയ്യേണ്ടത്. ഇനി ടോട്ടൽ എനിക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 അക്കങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഗുണിച്ചാൽ കിട്ടുന്നത് നമ്മുടെ ഉത്തരമായിരിക്കും. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് 9 × 9 × 8 ആയിരിക്കും. 81 × 8 648 എന്ന് വരും. 648. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് 100 മുതൽ 1000 വരെ എടുത്തു കഴിഞ്ഞാൽ എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടെന്നുള്ളതാണ്. 100 അവിടെ കൗണ്ട് ചെയ്യൂല. കാര്യം എന്താ? അവിടെ അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. 0 2 തവണ വരുന്നുണ്ട്. അങ്ങനെയുള്ള നമ്പേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. 101 എടുക്കാൻ പറ്റത്തില്ല, 505 പറ്റത്തില്ല, 202 പറ്റത്തില്ല, ഓക്കെ, 333 പറ്റത്തില്ല. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് 648 കൗണ്ട് ചുരുങ്ങിയത്. ശരി, അപ്പോൾ നമ്മൾ ആദ്യത്തെ പൊസിഷൻ 100th പൊസിഷൻ കൺസിഡർ ചെയ്യുകയാണ്. 100ന്റെ സ്ഥാനത്ത് ഇവിടെ എനിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 9 അക്കങ്ങളെ പറ്റുള്ളൂ. ആകെ നമ്മുടെ കയ്യിൽ 0 മുതൽ 9 വരെ 10 അക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ അക്കമായിട്ട് എനിക്ക് 0 എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ബാക്കിയുള്ള 1 മുതൽ 9 വരെയുള്ള 9 അക്കങ്ങളാണ് എനിക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ ഈ 9 അക്കങ്ങളിൽ 0 അവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള 9 അക്കങ്ങളിൽ ഒരക്കം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 8ഉം പിന്നെ 0, അങ്ങനെ വീണ്ടും 9 അക്കം എനിക്ക് എവിടത്തേക്ക് അവൈലബിൾ ആയിട്ടുണ്ട്? 10ന്റെ സ്ഥാനത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടെ ഞാനൊരു നമ്പർ കൊടുത്തു 0. ബാക്കിയോ 1 3 4 5 6 7 8 9 8 അക്കങ്ങൾ എനിക്ക് ഒറ്റയുടെ സ്ഥാനം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭ്യമാണ്. സോ അതാണ് ഞാൻ എഴുതിയേക്കുന്നത് 9 9 8 എന്നുള്ളത്. ഇനി നമ്മുടെ ഉത്തരം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. ശരി, മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.